MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 944 77816111, 8089921675. ആർട്ട് ആൻഡ് ആക്ടിന്റെ നേതൃത്വത്തിൽ TK പരീക്കുട്ടി അനുസ്മരണവും നീലക്കുയിലിന്റെ 70ാം വാർഷികാഘോഷവും നടന്നു. സിനിമാ നിർമ്മാതാവ് TK പരീക്കുട്ടിയുടെ 55ാം ഓർമ്മ ദിനാചരണവും അദ്ദേഹം നിർമ്മിച്ച സംസ്ഥാനത്തേക്ക് ആദ്യമായി ദേശീയ വെള്ളിമെഡൽ എത്തിച്ച നീലക്കുയിൽ എന്ന സിനിമയുടെ 70ാം വാർഷികവും സംഘടിപ്പിച്ചു. ആർട്ട് ആൻഡ് ആക്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി തിരക്കഥാകൃത്ത് PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയുടെ വലിയ സമര ചരിത്രമൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കണം പരീക്കുട്ടി സാഹിബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടുത്തെ തൊഴിൽ തർക്കങ്ങളും യൂണിയനുകളും അതൊക്കെ കടന്നു വന്നിട്ടുള്ള വലിയ വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കൊട്ടാരേരി വെടിവെപ്പ്. അത് പിന്നീട് നാടകമാവുകയും സിനിമയാവുകയും ചെയ്തതിന്റെ സുഹൃത്തുക്കളൊക്കെ ഹുസൈൻ. അത്തരമൊരു വലിയ ചരിത്രമൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കും ഉറപ്പായിട്ടും പരീക്കുട്ടി സാഹിബ്. കാരണം നമുക്ക് ആദ്യത്തെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ടാളുകളെയാണ് അദ്ദേഹം. കൊച്ചിയെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവനും ഇവിടുത്തെ കലാകാരന്മാരെ കുറിച്ചാണ്. ഏറ്റവും ഗംഭീരമായി പാടുന്നവരും സംഗീത സന്ധ്യകളും അതുപോലെ തന്നെ നാടകക്കാരും സിനിമാ പ്രവർത്തകരും ഒക്കെ കൂടി അങ്ങനെ ഒരുപാട് ആളുകളുള്ള കലാകാരന്മാരുള്ള സ്ഥലമാണ് കൊച്ചി എന്നാണ് എൻ്റെ പ്രാഥമികമായിട്ട് എനിക്ക് എൻ്റെ ബോധത്തിലുണ്ടായ ആദ്യത്തെ കാര്യം, ഞാൻ കേട്ടിട്ടുള്ള ആദ്യത്തെ കാര്യം. കുറച്ച് മുതിർന്നപ്പോൾ ഈ സ്റ്റേജിൽ ചില്ലറ തമാശകളും നാടകങ്ങളൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹാരിസ് അബു അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോൺ ഫെർണാണ്ടസ് TK പരീക്കുട്ടി അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ ഇമാം സലീം, കൊച്ചി നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, തിരക്കഥാകൃത്ത് റഫീഖ് തിലാറ്റ്, P ഹമീദ്, TM റിഫാസ് എന്നിവർ സംസാരിച്ചു. അദ്ദേഹം വേർപിരിഞ്ഞിട്ട് 5.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ജൂലൈ 21 അദ്ദേഹം വേർപിരിഞ്ഞത്. കൊച്ചി കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലി എന്ന് സധൈര്യം വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വം ആണ് TK പരീക്കുട്ടി. 1954 അദ്ദേഹം നീലക്കുയിൽ എന്ന സിനിമ നിർമ്മിച്ചത്. ഇന്നിപ്പോൾ 70 വർഷം നീലക്കുയിൽ എന്ന സിനിമ തേഞ്ഞിരിക്കുകയാണ്. ആ സിനിമയുടെ കൂടി ഒരു അവലോകനമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഈ വലിയ മനുഷ്യരെ, ജീവിച്ചു മരിച്ച വലിയ മനുഷ്യരെ എല്ലാ കാലത്തേക്കുമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ വലിയ മനുഷ്യരിൽ വലിയ മനുഷ്യനായിരുന്നു നാം ജന്മശതാബ്ദിയുടെ ഭാഗമായി ഇന്ന് അനുസ്മരിക്കുന്ന TK പരീക്കുട്ടി. ഒരുപക്ഷെ TK പരീക്കുട്ടി ഒരു സാധാരണ, കൊച്ചിയിൽ വേറെയും സിനിമാ നിർമ്മാതാക്കൾ ഉണ്ടായിട്ടുണ്ട്, മറ്റു സിനിമാക്കാരുണ്ട്, പക്ഷെ അങ്ങനെ ഒരാളായി മാത്രം. ഹുസൈൻ മോൻ സ്വാഗതവും ഫസീല ആസിഫ് നന്ദിയും പറഞ്ഞു. TK പരീക്കുട്ടിയുടെ സിനിമകളിൽ നിന്നുള്ള ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത ആലാപനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.